പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ ശേഷവും രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്ന പാകിസ്ഥാന് ശക്തമായ തിരിച്ചടികൾ ഓരോന്നായി നൽകി തുടങ്ങി. രാജ്യം ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന പാക് പൗരന്മാരെ തിരിച്ചയച്ചതിന് പിന്നാലെ ചിനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിലെ ഷട്ടറുകൾ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് തടഞ്ഞു. ധലം നദിയിലെ കിഷൻഗംഗ ഡാമിലും സമാന നടപടി സ്വീകരിക്കുകയാണ്. നേരത്തെ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തിരുന്നു. ഭീകരവാദികളെ സൃഷ്ടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യക്ക് നേരെ അയക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ 8 ഇടത്ത് പാക് വെടിവയ്പ് നടന്നു. ശക്തമായ തിരിച്ചടിയാണ് സൈന്യം നൽകിയത്. കഴിഞ്ഞ 10 ദിവസങ്ങളിലെ ഏറ്റവും വലിയ പ്രകോപനമാണ് നിയന്ത്രണ രേഖയിൽ ഉണ്ടായത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയെ കൂടി കണക്കിലെടുത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ തടഞ്ഞു. വ്യോമഗതാഗത മാർഗം നേരത്തെ അടച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നതും പാകിസ്ഥാൻ വഴി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യ വഴി പാക് ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ട്. പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 200% ഇറക്കുമതി തീരുവ ചുമത്തിയ ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശത്രു രാജ്യത്തിന് കനത്ത പ്രഹരം അന്നേ നൽകിയിരുന്നു. പ്രധാനമായും സിമന്റ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ധാതുക്കൾ എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ നിരോധനങ്ങൾ മൂലം കടുത്ത പട്ടിണിയിൽ കഴിയുന്ന പാകിസ്ഥാന് ആഴത്തിലുള്ള പ്രഹരമാവുകയാണ് ഓരോ നടപടികളും. ഒപ്പം ആഭ്യന്തര കലാപങ്ങളും ഭീകര സംഘടനയിൽ കമാൻഡറായി പ്രവർത്തിച്ച സൈന്യാധിപൻ നിയന്ത്രിക്കുന്ന പാകിസ്ഥാനെ നരകത്തിൽ നിന്നും നരകത്തിലേക്ക് തള്ളുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.